നമസ്കാരം. കോവിഡ് എന്ന മഹാമാരി ലോകമൊട്ടാകെ വലിയ ആശങ്കയായിരുന്നു പടർത്തിയത്. നിരവധി പേർ മരിച്ചു. നിരവധി പേർ ഇപ്പോഴും അതിന്റെ ഭീതിയിൽ നിന്ന് മുക്തരായിട്ടില്ല. രോഗം തളർത്തിയവരും നിരവധി. ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ച കോവിഡിന് ശേഷം മറ്റൊരു അജ്ഞാത രോഗമാണ് ഇപ്പോൾ ഭീതിയിലാക്കിയിരിക്കുന്നത്. കോങ്കോയിൽ ആശങ്ക ഉയർത്തിയാണ് ഒരു അജ്ഞാത രോഗം പടരുന്നത്. പനിക്ക് സമാനമായ രീതിയിൽ പടരുന്ന രോഗം അത് ബാധിച്ച ഇതുവരെ 143 പേർ മരിച്ചതായാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. രോഗമെന്ന് കൃത്യമായി ഇതുവരെയും നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല. രോഗത്തിന്റെ ഉറവിടം എവിടെ നിന്ന് പോലും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ നിരവധി പേർ ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചവരിൽ ഭൂരിഭാഗവും 15 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ളവരാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. 300-ലേറെ ആളുകൾക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡിന് സമാനമായുള്ള രീതിയിലാണ് ഇതിന്റെയും രോഗാവസ്ഥ വരുന്നത്. പനി, തലവേദന, മൂക്കൊലിപ്പ, ചുമ, ശ്വാസതടസ്സം, വിളർച്ച തുടങ്ങിയ ലക്ഷണങ്ങളാണ് 300-ലേറെ പേരിൽ പ്രകടമായിരിക്കുന്നത്. രോഗബാധയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുമായി കോങ്കോ പ്രവിശ്യയിലേക്ക് ആരോഗ്യ വകുപ്പ് പ്രത്യേക സംഘത്തെ അയച്ചിട്ടുണ്ട്. രോഗം കൂടുതലായി കാണപ്പെടുന്ന പാൻസി ഹെൽത്ത് സോണിലേക്കാണ് പ്രത്യേക ടീമുകളെ അയച്ചിരിക്കുന്നത്. രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ സ്ഥിതി ആശങ്കാജനകമാണ് എന്നാണ് കോങ്കോയിലുള്ള ഗോത്ര നേതാവ് സെഫോറിയൻ മാൻസാൻസ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ കോവിഡിനേക്കാൾ അപകടകാരിയായിരിക്കും ഈ അസുഖമെന്നാണ് പറയപ്പെടുന്നത്. കാരണം 15 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ളവരെ ആണ് പ്രത്യേകമായി ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് എത്രത്തോളം ഈ ഒരു രോഗം ഗുരുതരമെന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. നമുക്കറിയാം, കോവിഡൊക്കെ പ്രായമായവരിലാണ് കൂടുതൽ എഫക്റ്റീവ് ആയതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രോഗത്തിൽ ആശങ്കയും ഉണ്ടാകുന്നത്. പാൻസി ഒരു ഗ്രാമീണ മേഖലയായതിനാൽ തന്നെ മരുന്നുകളുടെ വിതരണത്തിൽ പ്രശ്നമുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്. രോഗബാധയെക്കുറിച്ചുള്ള വിശദമായ പഠനത്തിനായി രോഗബാധിതരുടെ സാമ്പിളുകൾ ശേഖരിക്കാൻ ഒരു സംഘത്തെ അയച്ചിട്ടുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ആഫ്രിക്ക റീജിയൻ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചിരിക്കുന്നത്. ഭയപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നും എന്നാൽ ജാഗ്രത തുടരണമെന്നും അധികൃതർ ജനങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും അവിടെയുള്ളവർക്കായി നൽകിയിട്ടുണ്ട്. സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കൈ കഴുകണം. ആളുകൾ കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കണം. ആരോഗ്യ പ്രവർത്തകർ അല്ലാത്തവർ മരിച്ചവരുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് കർശനമായി ഒഴിവാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തെങ്കിലും രീതിയിൽ അസുഖമുണ്ടെന്ന് അല്ലെങ്കിൽ രോഗമുണ്ടെന്ന് സംശയിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെ സമീപിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നവംബർ 10-നും 26-നും ഇടയിൽ ഏകദേശം 67 പേരാണ് അസുഖം ബാധിച്ച് മരിച്ചത് എന്നാണ് പ്രദേശത്തെ MP പറയുന്നത്. ഈ പകർച്ചവ്യാധിയെ നേരിടാൻ പാൻസി ആശുപത്രിയിൽ മരുന്നുകളുടെ കുറവുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തങ്ങൾക്ക് ശരിക്കും സഹായം ആവശ്യമാണെന്നും MP പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോകാരോഗ്യ സംഘടന കാര്യമായി തന്നെ ഈ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു അസുഖം വലിയ രീതിയിൽ ബാധിക്കരുത് എന്നാണ് പ്രത്യാശിക്കുന്നത്.